ടൈലർമാർ, റേഷൻ ഷോപ്പുകാർ, ബാർബർമാർ ഇവരൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു നാടിന്റെ സ്പന്ദനം കൂടുതൽ അറിയുക എന്നാണ് നമ്മൾ പറയാറ്. ചൂരൽമലയിൽ കഴിഞ്ഞ 3 വർഷമായി ടൈലറിംഗ് ഷോപ്പ് നടത്തി വരുന്ന ചൂരൽമല സ്വദേശിയായ രമ്യ നമ്മോടൊപ്പം ഉണ്ട്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് 1 ആണ്ട് തികയുമ്പോൾ രമ്യക്ക് എന്ത് പറയാനുണ്ട് എന്ന് കേൾക്കാം. ഞാന് ചൂരൽമല വില്ലേജ് ഓഫീസിന്റെ പരിസരത്താണ് താമസിച്ചിരുന്നത്. പിന്നെ അവിടുന്ന് ഉരുൾപൊട്ടൽ കഴിഞ്ഞതിന് ശേഷം ക്യാമ്പിലേക്ക് മാറി. അവിടുന്ന് ഇപ്പൊ നിലവിൽ വാടക വീട്ടിലാണ്. ഈ ദുരന്തത്തിൽ ഒരു പക്ഷെ അകപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യരുടെ വസ്ത്രങ്ങൾ തയ്ച്ചു വെച്ച കൊടുത്ത അവരൊക്കെ ആയിട്ട് പരിചയമുള്ള ഒരാളായിരിക്കും രമ്യ. ആ ഓർമ്മകളൊക്കെ എങ്ങനെ 1 വർഷം പിന്നിടുമ്പോൾ? എനിക്ക് എന്ന് പറഞ്ഞാല് നേരിട്ടുള്ള പരിചയമല്ല. നമുക്ക് ഇവിടുന്ന് വനറാണിക്ക് തൊഴിലാളികൾ പോകുന്നുണ്ട്. അവര് വഴിയാണ് നമുക്ക് ആ ഭാഗമായിട്ടുള്ള കണക്ഷൻ ഉള്ളത്. ഈ തുണി കൊണ്ടു തന്നിരുന്ന കുറെ മുഖങ്ങൾ രമ്യയുടെ മനസ്സിലുണ്ടാവുമല്ലോ. പിന്നീട് മരിച്ച ആളുകളുടെ പടങ്ങളൊക്കെ വന്നപ്പോ ഇതൊക്കെ എന്റെ കസ്റ്റമേഴ്സ് ആയിരുന്നല്ലോ എന്ന് പിന്നെ തോന്നിയിരുന്നു. തുണി കൊണ്ടുവന്നതിൽ ഒരു 3-4 പേര് എനിക്ക് അറിയാം. ഇവിടെ സ്കൂൾ റോഡിൽ ഉണ്ടായിരുന്ന ആളുകള്, അതുപോലെ പിന്നെ മറുതായി എന്ന് പറഞ്ഞ ആ ഒരു ചേച്ചി, ആ ഫ്ലഡ് ഉണ്ടാവുന്നതിന്റെ 1 മാസം മുന്നേ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവര് വന്ന് എനിക്കൊരു 5 ബ്ലൗസിന്റെ പീസ് കൊണ്ടുവന്ന് തന്നിട്ട് ഇത് തയ്ച്ചു വെക്കണം മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് എന്തോ അസുഖമൊക്കെ ആയിരുന്നു. കുറെ അവരെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവരെന്നോട് പറയും. എന്തോ ഒരു അസുഖമായി കിടന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു ഒരുപാട്. പക്ഷെ കുറച്ച് കഴിഞ്ഞ പിന്നെ 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 2 ബ്ലൗസ് തയ്ച്ചിട്ട് അതിന് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞ് ഞാനത് കൊടുത്തിട്ടുണ്ടായി. അത് കഴിഞ്ഞ് അവർ വന്ന് ഒരു ദിവസം ഇതേപോലെ വന്നിട്ട് എന്നോട് പറഞ്ഞു ബാക്കി കൂടി തയ്ച്ചു വെക്കണം, ഞാൻ വരാ വാങ്ങാനെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അവർ വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് പേര് മുണ്ടക്കയിൽ നിന്ന് ഇറങ്ങി വന്നിരുന്ന അബൂക്കാന്റെ അടുത്തൊക്കെ വന്നിരുന്ന കുറെ ആളുകൾ അതെ അവരൊന്നും ഇപ്പൊ കാണാനില്ല. ആരും നമുക്കിപ്പോ ഇവിടെ ഇരിക്കുമ്പോ ഒരു ശൂന്യതയാണ് ശരിക്കും പറഞ്ഞാല്. ഇന്നലെ വൈകുന്നേരം മുതൽ എനിക്കൊക്കെ എന്താ പറയാ ആ ഒരു ഫീല്. കാരണം ഞാൻ അന്ന് 2 ദിവസം മുന്നേ ഷോപ്പ് അടച്ചിരുന്നു. കാരണം ഒരു ശനിയാഴ്ച ആയിരുന്നു. അപ്പൊ മഴ നിൽക്കാതെ പെയ്യണുണ്ടപ്പോ എനിക്ക് പേടിയായിട്ട് ഞാൻ ഷോപ്പ് അടച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി. കാരണം മക്കള് 2 വീട്ടിൽ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടാവും എന്നുള്ളത് അറിഞ്ഞുകൊണ്ടല്ല. പക്ഷെ ഞാൻ അവിടെ വീട്ടിൽ പോയി അന്ന് വീട്ടിന്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയതാണ്. പിന്നെ ഞാൻ ഇറങ്ങണത് ഇത് സംഭവം നടന്ന ആ 12 മണി, അതായത് 30-ആം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ. പിന്നെ അവിടുന്ന് അങ്ങനെയാണ് ഞാൻ അറിയുന്നത് നമ്മളെ നാട്ടിൽ ഇത്രയും വലിയൊരു എന്താ പറയാ മറക്കാൻ പറ്റില്ല നമുക്ക് അതൊരിക്കലും. ഇനി ഇനിയിപ്പോ എല്ലാവരും കൂടി സർക്കാരിന്റെ അടുത്ത് എനിക്കൊരു അഭ്യർത്ഥന എന്ന് പറയാൻ, ഈ നാട്ടിലുള്ള ആളുകളെ പല സ്ഥലത്ത് ആയി പോകാതെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. എന്താ വെച്ചാൽ പല ഭാഗങ്ങളിലാവുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒറ്റപ്പെട്ട പോലെ ഒരു ഫീല്. അതുപോലെ ഇവിടെ ഒരുപാട് പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. ഒരുപാട് പേര് പേടിച്ചിട്ട് മഴയാകുമ്പോൾ ഇവിടുന്ന് മാറി നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവരൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. എല്ലാവരും ഇവിടെ തന്നെ എങ്ങനെയെങ്കിലും അവർക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യങ്ങളോട് കൂടിയിട്ട് അവരൊരു പ്രൊട്ടക്ഷനിൽ ഇവിടെ ഉള്ളവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ആർക്കും പോകാൻ താല്പര്യമില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് എന്താ പറയാ അങ്ങനെ വേറൊരു സ്ഥലത്ത് പോയി താമസിക്കണം എന്ന് അങ്ങനത്തെ ആഗ്രഹമുള്ള ആളുകളല്ല. സപ്പോസ് നമ്മളെ ആ ഒരു സാഹചര്യം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് മാറിപ്പോകേണ്ട ഒരു സാഹചര്യം. അപ്പോ ഇനിയുള്ള ആളുകൾ, ഇവിടെ നിലവിലുള്ള ആളുകൾക്ക് അവര് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് അവരെവിടെ നിലനിർത്തണം എന്നുള്ളത് ഒരാഗ്രഹമാണ്. കാരണം ഈ നാട് പറ്റ ഇല്ലാണ്ടായി പോവും, അങ്ങനെ ആയി പോവും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാതെ എല്ലാവരും ഇവിടെ മാക്സിമം ആളുകൾ ഇവിടെ ജീവിക്കുന്നവര് അവര് സേഫ്റ്റി ആയിട്ട് ഇവിടെ ജീവിക്കട്ടെ. അതാണ് എന്നുവെച്ചാൽ രമ്യയെ പോലെയുള്ള ഒരുപാട് ആളുകളുടെ ആഗ്രഹം ചൂരൽമലയിൽ തന്നെ ജീവിക്കണം, ഈ മനോഹരമായ നാട് വിട്ട് എങ്ങോട്ടും പോകാൻ കഴിയില്ല എന്ന അധമ്യമായ ആഗ്രഹം ഉള്ളിൽ പേറുന്ന കുറെ മനുഷ്യരുണ്ട്. അവർക്ക് ഇവിടെ തന്നെ ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, അതിനുള്ള ഒരു ഉറപ്പ്, സുരക്ഷിതത്വം അത് ഉണ്ടാക്കി കൊടുക്കണം എന്ന ഒരു അഭ്യർത്ഥനയും അപേക്ഷയുമാണ് രമ്യയെപ്പോലുള്ള ഇവിടെ ബാക്കിയായ അതിജീവിച്ച അനേകം മനുഷ്യർക്ക് സർക്കാരിനോട് പറയാനുള്ളത്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ചൂരൽമലയിൽ നിന്നും PC സൈഫുദ്ദീൻ, മീഡിയ.